തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: സ്വർഗം നമ്മെ കാണുന്നത് പോലെ തന്നെ നമ്മളും നമ്മെ കാണാൻ പഠിക്കുക എന്നതിനെ പറ്റിയാണ്. സ്വർഗം നമ്മെ കാണുന്നത് പോലെ നാമും നമ്മെ കാണുക. ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനമാണ്. അവിടെ കർത്താവ് ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, നമ്മോട് സംസാരിക്കുകയാണ് ദൈവം, യോഹന്നാനിലൂടെ സംസാരിക്കുക. വചനം ഇതാണ്: നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് എന്നും എന്നേക്കും മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: 1, ദൈവം നമ്മെ സ്നേഹിച്ചു. 2, അവിടുത്തെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ചു. 3, നമ്മെ ദൈവരാജ്യത്തിൽ ആക്കി. 4, നമ്മെ രാജകീയ പുരോഹിതർ ആക്കി. 5, നമ്മളെ ഒരു പ്രൈസിങ് കമ്മ്യൂണിറ്റി ആക്കി മാറ്റി, സ്തുതിക്കുന്ന സമൂഹമാക്കി മാറ്റി. ഈ ഒരൊറ്റ വചനത്തിലൂടെ 5 കാര്യങ്ങൾ ദൈവം ഇന്ന് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത് എന്താണ്? നമ്മെ സ്നേഹിക്കുകയും. ഈ കാര്യത്തിൽ യാതൊരു സംശയത്തിനും അവകാശം ഇല്ല. നാം എത്രമാത്രം തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ യാതൊരു സംശയവും ഇല്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് വേണമെങ്കിൽ നമ്മെ സൃഷ്ടിക്കാതെയും ഇരിക്കാമായിരുന്നു. നമ്മൾ മറക്കരുത്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിന് നമ്മെ സൃഷ്ടിക്കാതെ വേണമെങ്കിൽ നിത്യത മുഴുവൻ തുടരാമായിരുന്നു. പക്ഷേ ദൈവത്തിന് തൻ്റെ സ്നേഹം പകരുവാൻ, മനസ്സിലാക്കണം, ദൈവത്തിന് തൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ, തനിക്ക് സ്നേഹിക്കുവാൻ ആരെയെങ്കിലും വേണം. ആരെയെങ്കിലുമല്ല, മക്കളെ വേണമെന്ന് ദൈവം തീരുമാനിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ കാണാം. ഈ പ്രപഞ്ചം മുഴുവൻ സത്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കണം. നമ്മൾ ഒരു വീടിന് പൂന്തോട്ടം ഉണ്ടാക്കുന്നത് പോലെ ഭൂമിക്ക് ദൈവമുണ്ടാക്കിയ പൂന്തോട്ടമാണ് നക്ഷത്രങ്ങളും ചന്ദ്രനുമെല്ലാം. നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം പച്ചക്കറികളെയും ബാക്കി എല്ലാ കാര്യങ്ങളെയും, വെള്ളവും പ്രകാശവും എല്ലാം സൃഷ്ടിച്ചത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ മുഴുവൻ കാണുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. വിശുദ്ധ തോമസ് അക്വേനസ് ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപോട്ടോ പുറകോട്ടോ തിരിഞ്ഞു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഒരു കോഴി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് കാണുന്നത്. ഒരു കോഴി നമുക്ക് ഭക്ഷിക്കാൻ മുട്ടയിട്ട് തരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് കാണുന്നത്. പശുവിൽ നിന്ന് പാല് കറന്നെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. ഡോക്ടർമാരും ആശുപത്രിയിലെ മറ്റ് നഴ്സുമാരും എല്ലാവരും ചേർന്ന് ഒരു രോഗിയെ സുഖപ്പെടുത്താൻ അവരാൽ കഴിയുന്നത് ചെയ്യുമ്പോൾ ആ രോഗിക്ക് സൗഖ്യം കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മൾ കാണുന്നത്. നാം വേദനയിലായിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. എല്ലായിടത്തും ദൈവത്തിൻ്റെ സ്നേഹമാണ്. അമ്മയിലൂടെയും അപ്പനിലൂടെയും ഒരു കുഞ്ഞിന് കിട്ടുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം സ്നേഹമാകുന്നു. തൻ്റെ 90-ാമത്തെ വയസ്സിൽ യോഹന്നാൻ്റെ പ്രസംഗ വിഷയം രോഗശാന്തിയെപ്പറ്റി ആയിരുന്നില്ല, അഭിവൃദ്ധിയെപ്പറ്റി ആയിരുന്നില്ല, വിടുതലിനെപ്പറ്റി ആയിരുന്നില്ല, വരങ്ങളെപ്പറ്റി ആയിരുന്നില്ല, ഒന്നുമല്ലായിരുന്നു. യോഹന്നാന് തൻ്റെ വാർദ്ധക്യത്തിൽ പ്രസംഗിക്കാനുണ്ടായിരുന്ന ഒരു കാര്യം: ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:19 നമ്മൾ കാണുന്നു, ആദ്യം അവിടെ നിന്ന് നമ്മളെ സ്നേഹിച്ചു, അതിനാൽ നാമും അവിടത്തെ സ്നേഹിക്കുന്നു.
സ്നേഹത്താൽ പിടിക്കപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. നമ്മൾ ഓർക്കണം, യോഹന്നാന് പെറുപിറുക്കാനും ദൈവത്തിൻ്റെ സ്നേഹത്തെ സംശയിക്കാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു. അവർ 12 പേരായിരുന്നു അപ്പസ്തോലന്മാർ. ഒരാൾ ആത്മഹത്യ ചെയ്തു, ബാക്കി 10 പേർ രക്തസാക്ഷികളായി. താൻ മാത്രം അവശേഷിക്കുന്നു. താനാകട്ടെ രക്തസാക്ഷിത്വത്തെക്കാൾ വലിയ വേദന അനുഭവിച്ചു. തിളച്ച എണ്ണയിൽ മണിക്കൂറുകളോളം ഇട്ട് വേവിച്ചു. ശരീരം മാംസം മുഴുവൻ കരിഞ്ഞു വെന്തുപോയി. ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ ചത്തില്ല എന്ന് കണ്ട് മരിക്കാത്ത യോഹന്നാനെ നാടുകടത്തിയ ക്രൂരനായ ചക്രവർത്തി, എല്ലിൻ്റെ കഷ്ണങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന, ഭീകരത നിറഞ്ഞു നിൽക്കുന്ന, 4 വശവും കടലിനാൽ ചുറ്റപ്പെട്ട ഏകാന്തത അനുഭവിക്കുന്ന പത്മോസിൻ്റെ ദ്വീപിൽ ശരീരം മുഴുവൻ നീറ്റൽ അനുഭവിച്ച് പൊള്ളലിൻ്റെ തീവ്രവേദനയിൽ, ആശുപത്രിയില്ലാതെ, ഡോക്ടർമാരില്ലാതെ, ചികിത്സയില്ലാതെ ശരീരം മുഴുവൻ തീയുടെ പൊള്ളലിൻ്റെ വേദന ഏറ്റുവാങ്ങിയ യോഹന്നാൻ ആ തീയുടെ അനുഭവത്തിൻ്റെ മധ്യത്തിൽ സ്നേഹം കാണുകയാണ്. ഇതാ 7 പൊൻവിളക്കിൻ്റെ മധ്യത്തിലായി 10,000 സൂര്യനെ വെല്ലുന്ന പ്രഭയോടുകൂടി യേശു യോഹന്നാന് വെളിപ്പെടുകയാണ്. കാഹളനാദത്തിൻ്റെത് പോലെയുള്ള വലിയ ഒരു ശബ്ദം യോഹന്നാൻ കേൾക്കുകയാണ്. അത് സ്നേഹത്തിൻ്റെ കാഹളധ്വനിയാണ്. ദൈവം സ്നേഹമാണ് എന്നാണ് ആ കാഹളത്തിൽ മുഴങ്ങിയത്. യോഹന്നാനെ, നീ സഹനത്തിലൂടെ പോകുകയായിരിക്കാം, പക്ഷേ നിന്റെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല യോഹന്നാനെ. ദൈവം സ്നേഹമാകുന്നു. ശരീരം മുഴുവൻ വെന്തുപോയ യോഹന്നാൻ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ മഹത്വം കണ്ട് മരിച്ചവനെ പോലെ യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. ഇന്നും മനുഷ്യർക്ക് പാപത്തിൻ ജീവിതത്തിൽ നിന്നുള്ള വിടുതൽ കിട്ടുന്നത് കർത്താവിൻ്റെ സ്നേഹം വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ്. അതുകൊണ്ട് യോഹന്നാൻ എഴുതി വെച്ചു, ദൈവം സ്നേഹമാകുന്നു. ആവർത്തിച്ചെഴുതുവാൻ യോഹന്നാനും മടിയില്ല. ആ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സ് നമ്മൾ കാണുന്നത് കാൽവരിയിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നു കർത്താവ് ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരിയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് നമ്മെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. 2-ൽ 1 ഗ്രൂപ്പിനെ, 2-ൽ 1 കൂട്ടരെ മാത്രം, ഒന്നെങ്കിൽ മനുഷ്യനെ ഉപേക്ഷിച്ച് കളയണം, അല്ലെങ്കിൽ യേശുവിനെ തള്ളിക്കളയണം. ഒന്നുകിൽ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം, അല്ലെങ്കിൽ യേശുവിനെ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വേദനയിലേക്കും സഹനത്തിലേക്കും വലിച്ചു കളയണം, എറിഞ്ഞു കളയണം. ഇതിലേത് വേണമെന്ന് പിതാവ് തീരുമാനിക്കുകയാണ്. പിതാവ് തീരുമാനിച്ചു എന്നെയും നിങ്ങളെയും ചേർത്ത് പിടിക്കുവാൻ. നമ്മളെ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചു. യേശുവിനെ ഉപേക്ഷിച്ച് കളഞ്ഞു, യേശുവിനെ വലിച്ചെറിഞ്ഞു, യേശുവിനെ കൈവിട്ട് കളഞ്ഞു, യേശുവിനെ ബലിക്കുഞ്ഞാടാക്കി മാറ്റി, യേശുവിനെ ബലിയാക്കി മാറ്റി. യേശുവിനെ ബലിയാക്കിക്കൊണ്ട് നമ്മെ രക്ഷിച്ചു. ബൈബിൾ മുഴുവൻ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്. മനുഷ്യൻ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ പിന്നീട് ഇതാ ദൈവത്തിൻ്റെ സ്നേഹം ദൈവം പല പ്രവാചകന്മാരിലൂടെ പറയുന്നുണ്ട്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണെന്ന് പറഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ മറന്നാലും മറക്കത്തില്ലെന്ന് പറഞ്ഞു. മലയും കുന്നും അകന്നാലും എൻ്റെ സ്നേഹം മാറത്തില്ല എന്ന് പറഞ്ഞു. പല വിധത്തിൽ ദൈവം ഇത് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്കിത് പൂർണ്ണമായിട്ടും വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഒടുവിൽ തൻ്റെ പുത്രനിലൂടെ അവിടെ നിന്ന് ഇത് വെളിപ്പെടുത്തുകയാണ്. മക്കളെ, യോഹന്നാൻ്റെ സുവിശേഷം നന്നായിട്ടിരുന്ന് വായിക്കൂ. യോഹന്നാൻ്റെ 1-ാം ലേഖനം നന്നായിട്ടിരുന്ന് വായിക്കൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ബൈബിളിൽ ആദ്യം വായിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷമാണ്. ഉൽപ്പത്തി പുസ്തകം തൊട്ട് തുടങ്ങരുത്. നിങ്ങൾ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ മത്തായി സുവിശേഷത്തിൽ നിങ്ങൾ തുടങ്ങരുത്. നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുക, യോഹന്നാൻ്റെ ലേഖനം വായിക്കുക, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുക. ഇത് ഒരുപാട് തവണ വായിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും വായിച്ചാൽ മതി. യേശു ആരാണെന്ന് നിങ്ങൾക്ക് വെളിപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വെളിപ്പെടും. രണ്ടാമതായി നമ്മോട് കർത്താവ് പറയുന്നത് എന്താണ്? തൻ്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചിച്ചവൻ. തൻ്റെ രക്തത്താൽ നമ്മുടെ പാപം മോചിച്ചവൻ. ഞാൻ ഓർക്കാറുണ്ട്, സ്വർണം ശുദ്ധി ചെയ്യാൻ ലോകത്തിൽ ഇന്നും ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് തീയിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ്. സ്വർണത്തിലുള്ള മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വേറെ ഒരു മാർഗവുമില്ല. നമ്മൾ തീയിലൂടെ കടത്തിവിടണമെന്നുള്ളതാണ്. മനുഷ്യൻ്റെ പാപം നീക്കം ചെയ്യാനും അന്നും ഇന്നും ഒരു മാർഗമേ ഉള്ളൂ. അത് ദൈവപുത്രനായ യേശുവിൻ്റെ രക്തമാണ്. കറയോ കളങ്കമോ ഇല്ലാത്ത രക്തം. നനഞ്ഞ തോർത്തിന് വെള്ളത്തെ വലിച്ചെടുക്കാൻ പറ്റുകയില്ല. ഉണങ്ങിയ തോർത്തിന് വെള്ളം വലിച്ചെടുക്കാൻ പറ്റും. പാപമുള്ള രക്തത്തിന്
പാപിയെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുകയില്ല. പാപമില്ലാത്ത രക്തം കടന്നു വരണം, പാപമില്ലാത്ത മനുഷ്യൻ്റെ രക്തം. ഇത് ദൈവം ഉൽപ്പത്തി പുസ്തകം മുതൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞാടിൻ്റെ രക്തമൊഴുകുന്ന തോലെടുത്ത് ആദ്യത്തെ മനുഷ്യനെ പുതപ്പിക്കുന്ന നിമിഷം മുതൽ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ സ്നേഹത്തോടെ അവരെ പുതപ്പ് കൊണ്ട് പുതച്ചു പിടിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ അവിടെ കാണുന്നത്. പാപത്തിൻ്റെ പനി പിടിച്ചു കിടന്ന് വിറയ്ക്കുന്ന ആദത്തെയും ഹവ്വയെയും രക്തമൊഴുകുന്ന മൃഗത്തിൻ്റെ തോലുകൊണ്ട് പുതച്ച് ചേർത്ത് പിടിച്ച് ദൈവമായ കർത്താവ് പറയാണ്, മക്കളെ, നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുവാൻ രക്തത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തത്തെക്കുറിച്ച് ദൈവം പഠിപ്പിക്കാൻ തുടങ്ങി. തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന് ബലിമൃഗങ്ങളെ കൊന്ന് ബലിയർപ്പിക്കാൻ പറയുമ്പോൾ ചോരപ്പുഴ ഒഴുകുകയാണ്. സോളമന്റെ ആലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് 20,000 50,000 ആടുകളും മൃഗങ്ങളും വധിക്കപ്പെടുകയാണ്. ചോരപ്പുഴ ഒഴുകുകയാണ്. ദൈവം ചോരക്കുതിയനായിട്ടല്ല, മനുഷ്യനെ ഘട്ടം ഘട്ടമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇത്രമാത്രം മൃഗങ്ങളുടെ രക്തം ഒഴുക്കിയാലും നിങ്ങളുടെ പാപത്തിൻ്റെ കറ മായ്ച്ചു കളയാൻ പറ്റുകയില്ല എന്ന സത്യം പഠിപ്പിക്കുകയാണ്. ഇത് മായ്ച്ചു കളയണമെങ്കിൽ സോളമന് സമ്പത്തുണ്ടായിരുന്നുകൊണ്ട് സോളമന് 50,000 കാളകളെയും 25,000 ആടുകളെയും ഒക്കെ വെട്ടി ബലിയർപ്പിച്ചു നോക്കുകയാണ്. അതുകൊണ്ട് യേശയ്യായുടെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ നിരവധിയായ ആടുകളുടെ ബലി എനിക്കെന്തിന്, കാളകളുടെ രക്തം എനിക്കെന്തിന്? ദൈവം ചോദിക്കുകയാണ്, മക്കളെ, ഈ കാളയുടെയും ആടിൻ്റെയും രക്തം കൊണ്ടൊന്നും യഥാർത്ഥ പാപമോചനം നടക്കുകയില്ല. അതിന് പാപമില്ലാത്തവൻ വരണം. ഇസ്രായേലിന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ രക്ഷിക്കാൻ നേരത്തും കുഞ്ഞാടിൻ്റെ രക്തമൊഴുക്കാൻ കർത്താവ് പറയുന്നുണ്ട്. ബൈബിളിൽ ഉടനീളം ഒരു കുഞ്ഞാട് വരുമെന്നും രക്തമൊഴുക്കണമെന്നും ദൈവം മനുഷ്യനെ പഠിപ്പിച്ച് ഒടുവിൽ അനേക അറിയിപ്പുകൾക്ക് ശേഷം കുഞ്ഞാട് കടന്നു വന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ മന്ത്രിമാർ വരുന്നതിന് മുമ്പ് അറിയിപ്പുണ്ട്, ഒരുപാട് അറിയിപ്പുണ്ടാകും. കാണേണ്ടവർക്കൊക്കെ വന്ന് കാണാം, നിവേദനം കൊടുക്കേണ്ടവർക്കൊക്കെ നിവേദനം കൊടുക്കാം. ഇതുപോലെ ദൈവം മനുഷ്യരാശിക്ക് മുൻപിൽ ഒരു വലിയ അറിയിപ്പ് വയ്ക്കുകയാണ്. എന്താണ് ആ അറിയിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പുത്രൻ കുഞ്ഞാടായിട്ട് കടന്നു വരും. ഇത് അനേക വർഷങ്ങൾ, നൂറ്റാണ്ടുകളിലൂടെ അറിയിച്ചു. ഒടുവിൽ യേശു വരുന്നതിന് തൊട്ട് മുമ്പ്, നമ്മൾ ഈ മന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പ് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടെ ഒരാൾ പറയും, ഇതാ മന്ത്രി, മുഖ്യമന്ത്രി, തൊട്ട് പിന്നാലെ. അപ്പം നമുക്കറിയാം ഇതാ ആള് വരുന്നു. അങ്ങനെ യേശു വരുന്നതിന് തൊട്ട് മുൻപ് വന്ന അറിയിപ്പാണ് സ്നാപക യോഹന്നാൻ്റെ അറിയിപ്പാണ് സ്വർഗം ഇടിമുഴക്കത്തോടെ അറിയിച്ച ഒരു അറിയിപ്പ്. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും. വിളിച്ചു പറഞ്ഞ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ട മക്കളെ, യേശുവിൻ്റെ രക്തം കാൽവരിയിൽ ചൊരിയപ്പെട്ടു. അത് ഏറ്റുവാങ്ങി വിശ്വാസത്താൽ കഴുകൽ പ്രാപിക്കുന്ന ഏത് പാപിക്കും, ഏതു മതത്തിലോ ജാതിയിലോ വർഗത്തിലോ രാജ്യത്തിലോ കുലത്തിലോ പെട്ട വ്യക്തി ആയിക്കോട്ടെ, ചെറിയ പാപമോ വലിയ പാപമോ 10 കൽപ്പനയും ഒരുമിച്ച് ലംഘിച്ച വ്യക്തി ആയിക്കോട്ടെ, എളിമ നിറഞ്ഞ ഹൃദയത്തോടുകൂടി എനിക്ക് ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കണം എന്ന് ആഗ്രഹത്തോടുകൂടി കർത്താവിൻ്റെ കുരിശിൻ്റെ താഴേക്ക് ചെല്ലുന്ന ഏത് വ്യക്തിക്കും പാപമോചനത്തിന് അവകാശമുണ്ട്. ഒരു പ്രത്യേക ഡിനോമിനേഷൻ്റെ അവകാശമല്ല യേശുക്രിസ്തു. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്, എൻ്റെ ദൈവം കത്തോലിക്കനല്ല. ദൈവത്തെ കത്തോലിക്കനാക്കാൻ നോക്കരുത്, ദൈവത്തെ യാക്കോബേക്കാരനാക്കാൻ നോക്കരുത്, ദൈവത്തെ ഓർത്തഡോക്സ് മാർത്തോമയൊന്നും ആക്കാൻ നോക്കരുത്. ദൈവമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് ജാതിയും മതവും വർഗവും ഒന്നുമില്ല. ദൈവം സ്നേഹമാണ്, പ്രകാശമാണ്. മനുഷ്യരാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏത് വ്യക്തിക്കും യേശുവിൻ്റെ പാപമോചനത്തിന് അവകാശമുണ്ട്. അതുകൊണ്ടാണ് റോമാലേഖനം 10:12 നമ്മൾ വായിക്കുന്നത്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. യേശുവേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന സകലരുടെ മേലും രക്തമൊഴുകി ഇറങ്ങുകയാണ്. യേശുവേ എന്ന പൊന്നുനാമം വിളിക്കുന്ന സകല മനുഷ്യരുടെ മേലും കൃപയൊഴുകി വരികയാണ്. തൊട്ടടുത്ത വചനം പറയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്താണ് ഈ സമ്പത്ത്? ഒന്നാമത്തെ സമ്പത്ത് പാപമോചനം, രണ്ടാമത്തെ സമ്പത്ത് നിത്യജീവൻ, മൂന്നാമത്തെ സമ്പത്ത് പരിശുദ്ധാത്മ നിറവ്, നാലാമത്തെ സമ്പത്ത് സ്വർഗരാജ്യം. കാണുക പ്രിയപ്പെട്ടവരെ, തൻ്റെ സമ്പത്ത് വർഷിക്കുകയാണ്. യേശു നമ്മുടെ പാപങ്ങൾക്ക് മതിയായവനാണ്, മറക്കരുത്.
1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം തിരുവചനം പറയുന്നു, നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. സ്വർഗത്ത് ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ നമുക്ക് പുകഴാനൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ സൽപ്രവൃത്തികളും കൊണ്ട് നിന്ന് പുകഴാൻ പറ്റുകയില്ല. നമുക്ക് പുകഴാൻ ഒന്നേ ഉള്ളൂ. അത് പൗലോസ്ലീഹ വിളിച്ചു പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. പൗലോസ് പറയാണ്, ഒരുപാട് പ്രാർത്ഥിച്ചവനാണ് പൗലോസ്, ഒരുപാട് ബലിയർപ്പിച്ചവനാണ് പൗലോസ്, ഒരുപാട് സൽപ്രവൃത്തി ചെയ്തവനാണ്, ഒരുപാട് പ്രസംഗിച്ചവനാണ്, ഒരുപാട് അടികൊണ്ടവനാണ്. എന്നിട്ടും പറയുകയാണ്, എൻ്റെ കർത്താവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാൻ ഇടയാകാതിരിക്കട്ടെ. വീണ്ടും പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ എൻ്റെ കർത്താവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. രക്തമൊഴുക്കിക്കൊണ്ട് പിടഞ്ഞു മരിക്കുന്ന യേശുവിനാൽ പിടിക്കപ്പെട്ടവനായിരുന്നു പൗലോസ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ പൗലോസിനെ പിടികൂടാൻ മറ്റൊന്നിനും സാധിച്ചില്ല. അതേ, രണ്ടാമത് കർത്താവ് പറയാണ്, യേശുവിൻ്റെ വിലയേറിയ രക്തം. മൂന്നാമത് പറയാണ്, നമ്മെ ദൈവരാജ്യത്തിലാക്കി. ലോകത്തിൽ 2 സാമ്രാജ്യങ്ങളുണ്ട്. ഒന്ന് സാത്താൻ ഭരിക്കുന്ന സാത്താൻ്റെ സാമ്രാജ്യം അഥവാ ലോകരാജ്യം. 2 ദൈവം രാജാവായി ഭരിക്കുന്ന ദൈവരാജ്യം. കർത്താവ് മലയിലെ പ്രസംഗത്തിൽ നമ്മോട് പറയുന്നുണ്ട്, നിങ്ങൾ തേടേണ്ടത് ദൈവത്തിൻ്റെ രാജ്യമാണ്. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയും തേടിയാൽ നിങ്ങൾക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ ആവശ്യമായതെല്ലാം കൂട്ടിച്ചേർത്ത് തരാം എന്നവിടുന്ന് പറയുന്നുണ്ട്. യേശുവിനെ സാത്താൻ പരീക്ഷിക്കുന്ന സമയത്ത് സാത്താൻ കൊടുക്കുന്ന ഒരു പ്രലോഭനം ഇതാണ്, നിനക്ക് എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കാമോ? ആരാധിക്കാമെങ്കിൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം. ലോകരാജ്യത്തിലെ മുഴുവൻ സന്തോഷങ്ങൾ നിനക്ക് ഞാൻ തരാം. നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മാത്രം മതി. യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോവുക, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവരാജ്യം? പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും പുത്രനായ ദൈവത്തിൻ്റെ ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിയന്ത്രണവുമുള്ള രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. ഞാൻ ഒന്നുകൂടെ പറയാം, പിതാവായ ദൈവത്തിൻ്റെ ആധിപത്യവും പുത്രനായ ദൈവത്തിൻ്റെ ഭരണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിയന്ത്രണവുമുള്ള രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. ദൈവം നമ്മുടെ അപ്പനുമാണ്, രാജാവുമാണ്. യേശു നമ്മുടെ രക്ഷകനുമാണ്, ചേട്ടനുമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനുമാണ്, നമ്മെ നിയന്ത്രിക്കുന്ന ദൈവവുമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നമ്മിലൂടെ നിവർത്തിച്ചെടുക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. ദൈവം നമ്മിൽ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ആസക്തികളുടെ മേൽ വിജയം തരുന്ന രാജ്യമാണ് ദൈവരാജ്യം. ദൈവം നമ്മിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സാത്താൻ്റെ രാജ്യത്തെ ചവിട്ടിയരയ്ക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് ദൈവരാജ്യം. റോമാലേഖനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത്? നീതി നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതം, നീതി സമാധാനം കവിഞ്ഞൊഴുകുന്ന ഒരു ജീവിതം, സന്തോഷം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം കവിഞ്ഞൊഴുകുന്ന ഒരു ജീവിതം. 1000 കോടി രൂപയ്ക്ക് തരാൻ പറ്റാത്തത്, ഒരു IAS IPS ഡിഗ്രിക്ക് തരാൻ പറ്റാത്തത്, നമ്മുടെ ഭൂമിയിലെ സകല നേട്ടങ്ങൾക്കും തരാൻ പറ്റാത്തത്, നീതി ഒഴുകുന്ന ജീവിതം, സമാധാനം കവിയുന്ന ജീവിതം, സ്വർഗത്തിൻ്റെ സന്തോഷം പരിശുദ്ധാത്മാവിലൂടെ ഉള്ളിൽ സോഡാക്കുപ്പി പൊട്ടുമ്പോൾ കുമിളകൾ വരുന്നത് പോലെ ബബ്ലിംഗ് ജോയ് പുറത്തേക്ക് ഒഴുകുന്ന ജീവിതം ദൈവം വാഗ്ദാനം ചെയ്യാണ്. അത് ഭക്ഷണവും പാനീയവും അല്ല എന്ന് കൂടി പറയുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ നേട്ടങ്ങളല്ല ദൈവരാജ്യം, പകരം ദൈവം നിറഞ്ഞു നിൽക്കുന്ന ജീവിതമാണ് ദൈവരാജ്യം. ഹല്ലേലൂയ! ദൈവം നമുക്കിത് വാഗ്ദാനം തരികയാണ്. സാത്താൻ്റെ രാജ്യത്തിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, അന്ധകാരത്തിൻ്റെ ലോകത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ ലോകത്തിലേക്ക് അവിടെ നിന്ന് നമ്മളെ ആനയിച്ചു. അങ്ങനെ ആനയിച്ചവൻ്റെ നന്മകൾ നിങ്ങൾ പ്രകീർത്തിക്കണം. എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് അവിടെ നിന്ന് നമ്മളെ കൊണ്ടുവന്ന് കഴിഞ്ഞു. വീണ്ടും കർത്താവ് പറയുന്നത് എന്താണ്? 4-ാമതായിട്ട് കർത്താവ് പറയുന്നത് എന്താണ്? അവിടെ നിന്ന് നമ്മളെ പുരോഹിതരാക്കി മാറ്റി. പഴയ നിയമത്തിൽ
പുരോഹിതർക്ക് മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പുരോഹിതർ. അവർക്ക് മാത്രമേ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ബാക്കിയുള്ളവർക്ക് ദൂരെ നിന്നത് കാണാനേ പറ്റൂ. പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കേർട്ടൺ നീക്കി കടന്നു ചെന്ന് ദൈവസാന്നിധ്യം അനുഭവിക്കുമ്പോൾ പുറത്ത് നിൽക്കുന്നവർ നോക്കിക്കൊണ്ട് നിൽക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ഒരിക്കലും ഈ കേർട്ടന്റെ അകത്ത് നിൽക്കുന്ന പുരോഹിതനെയോ, പുരോഹിതൻ അനുഭവിക്കുന്ന ഷെക്കീനാ ഗ്ലോറി, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം അനുഭവിക്കുവാൻ എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണ മനുഷ്യർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. അത് ജോയേൽ പ്രവാചകനിലൂടെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിച്ച് സകലർക്കും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുക്കും. സകലരെയും ഞാൻ പുരോഹിതരാക്കി മാറ്റും. സകലർക്കും യേശുക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ ശരീരമാകുന്ന വിരിയിലൂടെ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ പറ്റും. എല്ലാവർക്കും അവരുടെ ശരീരങ്ങളെ ബലിയർപ്പിക്കുന്ന ബലി നടത്താൻ സാധിക്കും. എല്ലാവർക്കും യേശുക്രിസ്തുവിലൂടെ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വരം ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ഈശോയുടെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിൽ 24 മണിക്കൂറും ജീവിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ പ്രധാന പുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് 24 മണിക്കൂറും പ്രാക്ടീസിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ബ്രദർ ലോറൻസ് എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകം ശാലോം മലയാളത്തിൽ ഇറക്കിയിട്ടുണ്ട്. ദൈവ സാന്നിധ്യ പരിശീലനം. നിങ്ങളതൊന്ന് വായിച്ചു നോക്കൂ. ചെറിയൊരു പുസ്തകമാണ്, പക്ഷെ മനോഹരമായിട്ട് 24 മണിക്കൂറും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, 24 മണിക്കൂറും ഷെക്കീനായി ഗ്ലോറിയിൽ, 24 മണിക്കൂറും ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ട്, 24 മണിക്കൂറും ആ സാന്നിധ്യത്താൽ പൊതിയപ്പെട്ട് നടക്കുന്ന ജീവിതത്തെപ്പറ്റി, ഉറങ്ങുന്ന ജീവിതത്തെപ്പറ്റി, സംസാരിക്കുന്ന ജീവിതത്തെപ്പറ്റി, നോക്കുന്ന ജീവിതത്തെപ്പറ്റി, ഭൂമിയിലെ ജോലികളിൽ വ്യാപൃതരായിരിക്കും പോലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി ബ്രദർ ലോറൻസ് മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ രാജകീയ പുരോഹിതരാക്കി മാറ്റും എന്ന് പറഞ്ഞത്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അബ്ബാ പിതാവേ എന്ന് കടന്നു ചെല്ലാൻ ഇന്ന് നമുക്ക് അവകാശമുണ്ട്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അപ്പാ എന്ന് പറഞ്ഞ് മടിയിൽ കയറിയിരിക്കുവാൻ നമുക്ക് സാധിക്കും. ദൂരെ നിന്നുകൊണ്ട് തമ്പുരാനെ എന്ന് വിളിക്കുന്ന പഴയ നിയമത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പുതിയ നിയമത്തിൽ അപ്പാ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് മടിയിലിരുന്ന് അപ്പൻ്റെ മുഖത്ത് ചുംബനങ്ങൾ കൊടുത്ത് അപ്പനെ കെട്ടിപ്പിടിച്ച് അപ്പൻ്റെ മാറോട് ചേർന്നിരുന്ന് എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ, എൻ്റെ പൊന്ന് അപ്പൻ, എൻ്റെ അബാ, എൻ്റെ ചാച്ചൻ, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ എന്ന് കൊഞ്ചി കൊഞ്ചി പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരികയാണ്. പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ കളയരുത്. ഭൗതിക കാര്യങ്ങളിൽ മുഴുകി നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഭൗതികത വിട്ട് പുറത്തു വരുന്നില്ല. അപ്പൻ്റെ മടിയിലിരിക്കാൻ പഠിക്കുന്നില്ല, അപ്പനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, അപ്പനെ ആരാധിക്കാൻ എൻ്റെ അപ്പാ എന്ന് വിളിച്ച് അപ്പനിൽ ആനന്ദിക്കാൻ പറ്റുന്നില്ല. നമ്മളെ അവിടെ നിന്ന് രാജകീയ പുരോഹിതരാക്കി മാറ്റിയിരിക്കുകയാണ്. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം പാലം പണിയുന്നവനെന്നാണ്. രക്ഷ അനുഭവിക്കാത്ത കോടിക്കണക്കിന് ജനങ്ങളെ സ്വർഗത്തെത്തിക്കേണ്ട പാലമാണ് ഞാനും നിങ്ങളും. മനസ്സിലാക്കണം, നമുക്ക് വലിയൊരു ദൗത്യം ദൈവം തരുന്നുണ്ട്. രക്ഷ അനുഭവിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയുടെ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കണം. ഈശോ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന സത്യം കാണിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെടണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് ഈശോ ലോകരക്ഷകനാണെന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു വലിയ തമാശയായിട്ട് മാത്രമേ തോന്നത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയുടെ കുറവ് മൂലം നമുക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. 5-മതായി ഇങ്ങനെ പറയുകയാണ്, അവൻ്റെ നന്മകൾ നമ്മൾ പ്രകീർത്തിക്കണം. എന്നിട്ട് പറയുകയാണ്, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കുകയും നമ്മെ അവിടുത്തെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് എന്നും എന്നേക്കും മഹത്വവും പ്രതാപവും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രതാപവും പ്രകീർത്തിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രൈസിങ് കമ്മ്യൂണിറ്റിയാണ് നമ്മൾ. നാം ആരാണ്? നാം ദൈവത്തെ സ്തുതിക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. നാം പിറുപിറുക്കുന്ന സമൂഹമല്ല, നാം ദൈവത്തെ ചോദ്യം ചെയ്യുന്ന സമൂഹമല്ല, നാം ദൈവത്തെ സ്തുതിക്കുന്ന സമൂഹമാണ്. പൗലോസിനെയും സീലാസിനെയും ചാട്ട കൊണ്ടടിച്ച് വലിയ വേദനയിലൂടെ കടത്തിവിട്ട് ജയിലിലടച്ച് പാറ്റായും കൊതുകും എലിയും എല്ലാം ഓടുന്ന ദുർഗന്ധം നിറഞ്ഞ ഈർപ്പമുള്ള ഒട്ടും
വസിക്കാൻ യോഗ്യമല്ലാത്ത ജയിലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസിങ് കമ്മ്യൂണിറ്റി എന്താണെന്ന് പൗലോസ് സീലാസും കാണിക്കുകയാണ്. തപ്പെടുക്കാൻ, ഗിറ്റാർ എടുക്കാൻ, വയലിൻ എടുക്കാൻ അവരുടെ കൈകൾക്ക് സാധ്യമല്ല. തപ്പെടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ചങ്ങലകൾക്കിട്ട് പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ചങ്ങലകൾ വയലിനാക്കി മാറ്റി, ചങ്ങലകൾ ഗിറ്റാറാക്കി മാറ്റി, ചങ്ങലകൾ തപ്പും തമ്പേറും താളവുമാക്കി മാറ്റിക്കൊണ്ട് ചങ്ങല കുലുക്കി 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 പാട്ടിൻ്റെ താളത്തിനൊപ്പിച്ച് ചങ്ങല കുലുക്കി, ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. പാടി പ്രിയപ്പെട്ടവരെ, പാടി പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചു പ്രിയപ്പെട്ടവരെ. ആരാധന ഉയർന്നു, ജയിലിൽ നിന്ന് സ്തുതിപ്പുയർന്നു. പ്രൈസിങ് കമ്മ്യൂണിറ്റി, അവർ രണ്ടുപേർ ദൈവത്തെ സ്തുതിക്കുന്ന സമൂഹമായി മാറിയപ്പോൾ ജയിലിലുണ്ടായിരുന്നവർ അത് കേട്ടുകൊണ്ടിരുന്നു. അവർ പരസ്പരം ചോദിച്ചു കാണും, പെറുപിറുക്കേണ്ട സമയത്ത് എന്തിനാണ് ഇവർ ദൈവത്തെ സ്തുതിക്കുന്നത്? ശരീരം മുഴുവൻ രക്തം വരികയാണല്ലോ, മാംസം പറഞ്ഞ് തൂങ്ങിക്കിടക്കുകയാണല്ലോ. ആശുപത്രിയിൽ പോയി കിടക്കേണ്ട സമയത്ത് ഇവരെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ ഇവർ ദൈവത്തെ എങ്ങനെ സ്തുതിക്കുന്നു? പക്ഷേ ആ സ്തുതിയുടെ മധ്യത്തിൽ ദൈവം ഇറങ്ങി വന്നു. ചങ്ങല പൊട്ടി, ഭിത്തി തകർന്നു, ബന്ധിതരെല്ലാം മോചിതരായി. തടവുകാർ മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന സമൂഹമായി മാറുമ്പോൾ പാപത്തിൻ്റെയും പിശാചിൻ്റെയും തടവറയിൽ കിടക്കുന്ന നമ്മുടെ ഇടവകയിലുള്ളവർ, നമ്മുടെ സമൂഹത്തിലുള്ളവർ ദൈവമഹത്വം കാണാൻ ഇടയായി തീരും. ദൈവമഹത്വം കാണാൻ ഇടയായി തീരും. ആ വലിയ കുറ്റവാളികൾ ദൈവമഹത്വം കണ്ടത് ഒറ്റ കാര്യം കൊണ്ടാണ്. പ്രൈസിങ് കമ്മ്യൂണിറ്റി അവരുടെ ഡിഗ്നിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തീരുമാനമെടുത്തപ്പോൾ, ദൈവമേ സ്തോത്രമെന്ന് പറയാൻ തീരുമാനമെടുത്തപ്പോൾ, ഹെബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവനിലൂടെ നമുക്കെപ്പോഴും സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, യേശുവിലൂടെ ദൈവത്തിന് സ്തോത്രം, സ്തുതി എന്ന് പറയുന്ന ഒരു ബലി നമുക്ക് അർപ്പിക്കാനുണ്ട്. നമുക്ക് പുരോഹിതരായി നമുക്ക് അർപ്പിക്കേണ്ട ഒരു ബലിയാണ് സ്തുതിയുടെ ബലി. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും ഇല്ലെങ്കിലും, നമുക്ക് തോന്നിയാലും തോന്നിയില്ലെങ്കിലും നമ്മൾ അർപ്പിക്കേണ്ട ഒരു ബലിയാണ് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ബലി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന എന്ന് പറയുന്ന ബലി. നമ്മുടെ അധരങ്ങൾ കൊണ്ട് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന ഒരു ബലി നമുക്ക് അർപ്പിക്കാം. കാരണം അവൻ നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപങ്ങൾ മോചിപ്പിച്ചു, നമ്മെ ദൈവരാജ്യത്തിലാക്കി, നമ്മെ രാജകീയ പുരോഹിതരാക്കി. അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, സ്തുതികൾക്ക് യോഗ്യനാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഒത്തിരി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു കർത്താവേ. നീ പാപങ്ങൾ മോചിച്ചു തന്നല്ലോ, രാജ്യം, ദൈവരാജ്യം എനിക്ക് തന്നല്ലോ, എന്നെ പുരോഹിതനാക്കി മാറ്റിയല്ലോ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ ആരാധന.